ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. ദിവസങ്ങളും മാസങ്ങളും പുതുമയോടെ ദ്രുതഗതിയിൽ മുന്നോട്ട് സഞ്ചരിക്കവേ ദയയും അവയ്ക്കൊപ്പം മാറി തുടങ്ങിയിരുന്നു. ശ്രീറാം പറഞ്ഞതനുസരിച്ച് പ്രൈവറ്റായി 10ാം തരം എഴുതിയെടുക്കാനുള്ള തത്രപ്പാടിലാണവൾ. ഏതോ കാലം പാതി വഴിയിൽ നഷ്ടമായിപ്പോയ പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടുമുള്ള സൗഹൃദം പുതുക്കുമ്പോൾ ദയയ്ക്കുള്ളിൽ ഉടലെടുത്ത ആനന്ദത്തിനും ആവേശത്തിനും അതിരില്ലായിരുന്നു. ഇംഗ്ലീഷ് അല്പം കഠിനമാണ് ദയയ്ക്ക്. ഏറ്റവും പ്രിയമുള്ളത് കണക്കും. ഇംഗ്ലീഷ് അധ്യാപനം ശ്രീറാം ഏറ്റെടുത്തപ്പോൾ ബാക്കി വിഷയങ്ങൾ ഗോപുവും കൈലാസും ശരണും ചേർന്ന് വീതിച്ചെടുത്തു. അവളെ പഠിപ്പിക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. ശരണിനെയാണ് ദയയ്ക്ക് ഏറ്റവും പേടി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവന് ദേഷ്യം വരും. പിന്നെ ഒരു അട്ടഹാസമാണ്. അതിനടുത്തത് ദയയുടെ കരച്ചിലും. ഒടുക്കം മഹാലക്ഷ്മിയോ ശ്രീറാമോ വന്ന് ദയയെ കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ ദേഷ്യം അടങ്ങുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത കണക്കെ ശരൺ വളരെ നിഷ്കളങ്കമായി പുഞ്ചിരി തൂകി ദയയ്ക്കരികിലേക്കെത്തും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുര പലഹാരങ്ങൾ കയ്യിൽ കരുതി ഇനി ഒരിക്കലും വഴക്ക് പറയില്ലെന്ന പൊള്ളയായ വാഗ്ദാനവും നൽകി അവൻ ദയയെ വീണ്ടും അവൻ്റെ വരുതിയിലാക്കും. പാവൻ ദയയാകട്ടെ അവൻ്റെ വാക്ചാതുര്യത്തിൽ അടിപതറി മയങ്ങി വീഴും. ഓരോ തവണയും ഇതുതന്നെ ആവർത്തിക്കുന്നതിനാലാകണം ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ശ്രീറാമോ മഹാലക്ഷ്മിയോ ഇടപെടാറില്ല. പഠനത്തിലേക്കുള്ള ദയയുടെ പുതുകാൽവെപ്പ് അവളെ ഒരു വിധത്തിലും മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തരുതെന്ന് ശ്രീറാമിന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ മാസങ്ങൾ അത്രയും ദയയെ അഖിലേഷിനരികിലേക്ക് കൗൺസിലിങ്ങിനായി മുടങ്ങാതെ കൊണ്ടുപോകുമായിരുന്നു അവൻ. തുടർച്ചയായുള്ള തെറാപ്പിയും അഖിലേഷിൻ്റെ താല്പര്യപ്രകാരം അവളുടെ ദിനചര്യങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ദയയുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി. എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്ന ശീലങ്ങളും ഭയവും അപകർഷതാബോധവുമൊക്കെ അവളിൽ നിന്നും ഒരു പരിധിവരെ വിട്ടകന്നിരുന്നു. അത് ശ്രീറാമിനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഇന്ന് അഖിലേഷിൻ്റെ സ്ഥാപനത്തിലെ ഒട്ടുമിക്ക അന്തേവാസികളോടും ദയ പുഞ്ചിരിയോടെ ഇടപെടും. വലിയ തോതിൽ സംസാരിക്കില്ലെങ്കിലും അവൾക്കെതിരെ ഉതിരുന്ന ചോദ്യങ്ങൾക്ക് ദയ ഇപ്പോൾ വ്യക്തമായി ആത്മവിശ്വാസത്തോടെ മറുപടി നൽകാൻ പഠിച്ചു. എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അവിടെ ഇപ്പോൾ ദയയ്ക്ക് വളരെ സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒരാളുണ്ട്. വെറും 1 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു കുട്ടിക്കുറുമ്പി, നിധി. ബിഗ് മുമ്പിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് ആരോ ഉപേക്ഷിച്ച് പോയതാണ് അവളെ. ഏത് സാഹചര്യമാണ് അവരെ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്നറിയില്ലെങ്കിലും ആ പൊന്നോമനെ ഉപേക്ഷിക്കാൻ എങ്ങനെ അവർക്ക് മനസ്സ് വന്നുവെന്ന് ദയ ഓരോ രാത്രിയും തല പുകഞ്ഞാലോചിക്കും. കുഞ്ഞു പെൺകുടികൾ ദയയുടെ ജീവൻ്റെ ഒരു അംശമാണ്. നിധി എന്ന് പേരിട്ടത് അവൾ തന്നെ. ആ പേര് കണ്ടുപിടിക്കാൻ ഒരു രാത്രി അവൾ ഉറക്കമൊഴിച്ചു. ഒപ്പം ശ്രീറാമിൻ്റെ ഉറക്കവും കളഞ്ഞു. ബിഗ് ഹാർട്ടിലെ അന്തേവാസികൾക്ക് അവൾ നിധിയല്ല, കൺമണിയാണ്. ശ്രീറാമിനാകട്ടെ അവൾ അവൻ്റെ കണ്ണനും. കണ്ണേ എന്ന് ശ്രീറാം നീട്ടി വിളിക്കേണ്ട താമസം. ആശാത്തിയുടെ പിടച്ചിലൊന്ന് കാണണം. അവനരികിലെത്താതെ പിന്നെ അവൾക്കൊരു സമാധാനവും ഉണ്ടായില്ല. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും പഠിത്തം കഴിഞ്ഞാൽ ദയയും ശ്രീറാമും ബിഗ് ഹാർട്ടിലാണ്. നിധിക്കൊപ്പം അവരുടെ കൺമണി പെണ്ണുമുണ്ട്. അഖിലേഷിൻ്റെ നിർദ്ദേശപ്രകാരം ദയയെ നാട്ടിൽ കൊണ്ടുപോയാണ് പരീക്ഷ എഴുതിക്കുന്നത്. മാത്രമല്ല ആ ദിവസങ്ങളിൽ അത്രയും ദയയെ തറവാട്ടിൽ താമസിപ്പിക്കണമെന്നും അഖിലേഷ് ആവശ്യമുന്നയിച്ചു. ശ്രീറാം അതിശക്തമായി എതിർത്ത് നോക്കിയെങ്കിലും ചികിത്സയുടെ ഭാഗമാണെന്ന് അഖിലേഷ് വാദിച്ചതോടെ ശ്രീറാമിന് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. ദയയെ ആ സാഹചര്യവുമായി എങ്ങനെ പൊരുത്തപ്പെടുത്തണമെന്നും ഏത് രീതിയിൽ അവളെ പിന്താങ്ങണമെന്നും അഖിലേഷ് ആദ്യം ശ്രീറാമിന് നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷമാണ് അവർ ദയയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത്. നാട്ടിൽ പോയി പരീക്ഷ എഴുതണമെന്ന് ശ്രീറാം പറഞ്ഞപ്പോൾ ദയ ആകെ ഒരു മരവിപ്പായിരുന്നു. മറക്കാൻ പണിപ്പെട്ട് ശ്രമിക്കുന്ന ഓർമ്മകളുടെ അധ്യായം അപ്രതീക്ഷിതമായി വീണ്ടും അവൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ ഉണ്ടായ കഠിനമായ മനപ്രയാസം. എന്നാൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ താൻ ശീലിച്ചേ മതിയാകൂ എന്ന് ശ്രീറാമും അഖിലേഷും ഒരുപോലെ ഉപദേശിച്ചപ്പോൾ എത്ര നാളിങ്ങനെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന ഓർമ്മകളിൽ കുരുങ്ങി താൻ ജീവിതം കളയുമെന്ന ചിന്ത ദയയിലും മുളപൊട്ടി. ആലോചനകൾക്കൊടുവിൽ ഒരു മാറ്റം തനിക്ക് അനിവാര്യമാണെന്ന് അവളും നിർണയിച്ചു. വീണ്ടും തൻ്റെ നാട്ടിലേക്ക്, തറവാട് വീട്ടിലെ ഇരുളടഞ്ഞ ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക്, തൻ്റെ സഹനവും കണ്ണുനീരും ദുരിതങ്ങളും സാക്ഷിയായ മുറികളിലേക്ക്, മനുഷ്യരിലേക്ക്. അങ്ങനെ ഓരോ നിമിഷവും തന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന ഭൂതകാല സ്മരണകളിലേക്ക് ഒരിക്കൽ കൂടി തിരികെ മടങ്ങാൻ ദയ അവളെ തന്നെ പാകപ്പെടുത്തി. ഞങ്ങൾ വരണ്ടെന്ന് ഉറപ്പാണോ ശ്രീ? ആശങ്കയോടെയുള്ള മഹാലക്ഷ്മിയുടെ ചോദ്യത്തിന് ശ്രീറാം ആത്മവിശ്വാസത്തോടെ അവരെ നോക്കി പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി.
ഞങ്ങൾ ടീച്ചേഴ്സ് അവക്കൊപ്പം ഇല്ലേ മഹിയമ്മേ? യു ഡോണ്ട് വറി. അതെ മഹിയമ്മേ, ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ച് ഹാപ്പിയായി വരാം. ഗോപികയുടെ വാക്കുകളെ പിന്താങ്ങി കൈലാസും രംഗത്തിറങ്ങി. എന്നിട്ടും ആ അമ്മ മനസ്സിലെ സംഘർഷം ഒരു തരി പോലും കുറയുകയുണ്ടായില്ല. അത് മനസ്സിലാക്കിയെന്നോണം ശരൺ അവരുടെ ചുമലിലൂടെ കൈചുറ്റി അവൻ്റെ ദേഹത്തോട് അടുപ്പിച്ച് നിർത്തി. അമ്മ ഇങ്ങനെ ഭയപ്പെടാതെ, ദച്ചുവിനൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഒരു ലക്ഷ്യ ട്രിപ്പ്, അതിനൊപ്പം അവളെ കൊണ്ട് എക്സാമും എഴുതിക്കുന്നു. അങ്ങനെ കരുതിയാൽ മതി. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ അവളെ ഹാൻഡിൽ ചെയ്യാൻ ഏട്ടനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര പേരുണ്ടായിട്ടും കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഗോപുവും കിച്ചുവും തന്നെ അധികം പറ്റാം. ശരണിൻ്റെ വാക്കുകൾ മഹാലക്ഷ്മിക്ക് അല്പം ആശ്വാസം പകരുകയുണ്ടായി. ശരിയാണ്, ശരൺ പറഞ്ഞതുപോലെ അവൾക്കൊപ്പം ശ്രീ ഉണ്ടെങ്കിൽ മറ്റൊന്നും പേടിക്കാനില്ല. അവരുടെ മനസ്സ് മന്ത്രിച്ചു. ഉള്ളിലെ സമ്മർദ്ദം പാതി ഒഴിഞ്ഞതിന് പ്രതീകമായി അവരുടെ മുഖമൊന്നയഞ്ഞു. ചൊടികളിൽ നന്നേ നേർത്തൊരു കുഞ്ഞു ചിരി വിടർന്നു. പരീക്ഷയൊക്കെ നന്നായി എഴുതണം. പിന്നെ എന്നും അമ്മയെ വിളിക്കണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശ്രീയോട് തുറന്ന് പറയണം കേട്ടോ. മനസ്സിലടക്കി വെക്കരുത്. ഇതേ സന്തോഷത്തോടെ തന്നെ വേഗം ഇന്ന് വരണം. 2 അമ്മമാർ കാത്തിരിക്കുന്നുണ്ട്. അവസാന വാചകം പറഞ്ഞവർ ദയയെ കെട്ടിപ്പുണർന്നു. ആ നിമിഷം അത്രയും അവരുടെ അമ്മ മനം എന്തിനോ വിങ്ങുകയുണ്ടായി. തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഓർത്തെന്ന പോലൊരു നൊമ്പരം അവരിൽ മുളപൊട്ടി. ദയയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഉതിർന്നു വീഴുന്ന മിഴിനീർ കണങ്ങളെ മഹാലക്ഷ്മിയുടെ ചുമലിൽ ഒളിപ്പിച്ചവൾ അവരിലേക്കൊന്നുകൂടെ ചേർന്ന് നിന്നു. ഓർമ്മകളിൽ അമ്മയുടെ മുഖം മാത്രമേ ഉള്ളൂ. ആ മാതൃസ്നേഹമോ വാത്സല്യമോ കരുതലോ തണലോ ഒന്നും ലഭിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ താൻ തിരിച്ചു വരുന്നതും കാത്ത് രക്തബന്ധമില്ലാത്ത 2 അമ്മമാർ. കണ്ട നാൾ മുതൽ മോളെ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. വീണുപോയപ്പോൾ ചേർത്ത് പിടിച്ചു. തനിച്ചല്ലെന്ന് ഓരോ തവണയും ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. സ്നേഹിച്ചും ശാസിച്ചും ഇന്നവർ തനിക്ക് പെറ്റമ്മയോളം പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ദയ വിങ്ങലോടെ മഹാലക്ഷ്മിയുടെ കവളിൽ ചുംബിച്ചു. പിന്നീട് ശാന്തിയക്കയുടെയും. ഓ, ഇവരിത് കൊളവാക്കും. നിറഞ്ഞ കണ്ണുകൾ എല്ലാവരിലും നിന്നും ഒളിപ്പിച്ച് ഗോപിക സന്ദർഭത്തിന് അയവ് വരുത്താനായി തമാശ രൂപേണ പറഞ്ഞു. ശേഷം വിതുമ്പി നിൽക്കുന്ന ദയയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് കാറിൻ്റെ പിൻസീറ്റിലിരുത്തി അവളും കയറിയിരുന്നു. അവരുടെ പ്രവൃത്തി കണ്ട് ഒരു ചിരിയോടെ ബാക്കി മൂവരും കാറിൽ കയറി. ശരണായിരുന്നു ഡ്രൈവിംഗ്. അവനൊപ്പം മുൻസീറ്റിൽ കൈലാസും. ദയയ്ക്ക് ഇടതുവശം ചേർന്ന് ഗോപികയും വലതുവശത്ത് ശ്രീറാമും അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. നിധിമോളെ ഒന്ന് കണ്ടിട്ട്. ദയ മടിച്ചു മടിച്ച് ശ്രീറാമിനെ നോക്കി ചോദിച്ചു. തൊട്ടടുത്ത മാത്രം അവൻ്റെ മിഴികൾ അവൾക്ക് നേരെ കൂർത്തു. ഇന്നലെ പോയി കുഞ്ഞിനെ കരയിപ്പിച്ചു. പോരാത്തതിന് രാത്രി എൻ്റെ ഉറക്കവും കളഞ്ഞു. അതും മതിയാകാതെയാണോ ഇന്ന്? നീരസത്തോടെയുള്ള തൻ്റെ വാചകങ്ങളിൽ ദയയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കാണി ശ്രീറാം പറയാൻ വന്നത് പാതി വഴിയിൽ അവസാനിപ്പിച്ചു. ദുർഗ, ഇപ്പം നമ്മൾ അവൾക്കടുക്കലേക്ക് ചെന്നാൽ മടങ്ങാൻ നേരം കുഞ്ഞിനും നമുക്ക് ഒരുപോലെ വിഷമാവുകയുള്ളൂ. നമ്മളെ കണ്ട് അവൾ എന്തായാലും വാശി പിടിച്ച് കരയും. പിന്നെ അവിടെ എത്തിയാലും അതൊരു പ്രയാസമായി തന്നെ മനസ്സ് കുടുങ്ങിക്കിടക്കും. ഇനി വന്നിട്ട് കാണാം അവളെ. നിധിമോളെ പിരിയുന്ന വിഷമം ശ്രീറാമിലും ആവോളം ഉണ്ടായിരുന്നു. എന്നാൽ അത് പുറമേ പ്രകടിപ്പിക്കാതെ അവൻ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ദയയ്ക്ക്. മറുപടിയായി ദയ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് അവളുടെ നിധിമോളെക്കുറിച്ച് ആലോചിച്ചു. ഇന്നലെ തന്നെ ഇറങ്ങാൻ നേരം അവൾക്ക് വല്ലാത്ത വാശിയായിരുന്നു. അഖിലേഷേട്ടൻ ഒരു വിധത്തിലാണ് തന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റിയത്. എന്തുകൊണ്ടാണ് ആ കുരുന്നിനോട് ഇത്രമാത്രം സ്നേഹവും ആത്മബന്ധവും തോന്നുന്നതെന്നറിയില്ല. ആദ്യമായി അഖിലേഷേട്ടൻ്റെ കയ്യിൽ അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകമായിരുന്നു. ആരുമില്ലാത്തവരുടെ വേദന ആഴക്കടലോളം അനുഭവിച്ചതിനാലാകണം ആ കുഞ്ഞു പൈതൽ ജനിച്ചു വീണത് അനാഥത്വത്തിലേക്കാണെന്നറിഞ്ഞപ്പോൾ അനുകമ്പ തോന്നി. മറ്റൊരു ദയയെ അവളിൽ കാണാൻ ശ്രമിച്ചു. അഖിലേഷേട്ടൻ്റെ കയ്യിൽ നിന്നും ശ്രീയേട്ടൻ അവളെ ഏറ്റുവാങ്ങിയ നിമിഷം, ആ നിമിഷം താൻ അവളുടെ അമ്മയാണെന്ന് പോലും അറിയാതെ ചിന്തിച്ചുപോയി. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ആ പൊന്നിനെ സ്നേഹിക്കാനും ഓമനിക്കാനും തൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയായിരുന്നു. അവളെ ഓർത്ത്, അവളുടെ കളിച്ചിരികളെ ഓർത്ത് മാത്രമാണ് തൻ്റെ ഓരോ ദിനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും.